ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്നേക്ക് വിവാഹ വാർഷികവും പിറന്നനാളും ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സർവ്വാനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു തയ്യൽ ബിസിനസ്സിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൈവിരലുകളിലെ ആ മാന്ത്രികത, നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് ഒരു സാധാരണ ഒരു ബ്ലൗസിനെ എങ്ങനെ പതിനായിരങ്ങൾ വിലമതിക്കുന്ന ഒരു ഡിസൈനർ വസ്ത്രമാക്കി മാറ്റാം എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബീഡ് വർക്ക് വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീടിൻ്റെ ഒരു കോണിലിരിക്കുന്ന ആ തയ്യൽ മെഷീനും കുറച്ച് ബീഡ്സുകളും ഒരു ആരി നീഡിലും അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം പതിനായിരങ്ങളോ അതിലധികമോ ഒക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. പലരും വിചാരിക്കാറുണ്ട് തയ്യൽ എന്ന് പറയുന്നത് അത് വെറുതെ ഒരു ബ്ലൗസും ചുരിദാറും അല്ലെങ്കിൽ പുതിയ ഡ്രസ്സുകളുടെ ഓൾട്രേഷൻ ഇതൊക്കെ മാത്രമാണ്, ഇതൊരു ചെറിയ പണിയാണെന്നാണ്. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഫാഷൻ ഇൻഡസ്ട്രിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ തയ്യലും അതിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം ഹാൻഡ് വർക്കുകളുമാണ്. ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയോ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം വരുമാനം നോക്കുന്ന ആളോ ആയിരിക്കട്ടെ, ഈ വീഡിയോ നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, നമുക്ക് ഒരുമിച്ച് വളരാം. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ആത്മവിശ്വാസം വേണം. നിങ്ങൾ ചെയ്യുന്നത് വെറും ഒരു ജോലിയല്ല, ഇതൊരു കലയാണ്. ഒരു തുണിക്കടയിലിരിക്കുന്ന വെറും തുണിക്കഷ്ണത്തിന് വലിയ വിലയുണ്ടാകില്ല അല്ലേ? എന്നാൽ അത് നിങ്ങളുടെ കൈകളിൽ അത് എത്തുമ്പോൾ നിങ്ങളുടെ ഭാവനയും നിങ്ങളുടെ ഡിസൈനും കൂടി ചേരുമ്പോൾ അത് മനോഹരമായ ഒരു വസ്ത്രമായിട്ട് മാറും. ആളുകൾ അതിന് വലിയ വില നൽകും. നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബീഡ് വർക്ക് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ചെറിയ മുത്തുകൾ ഓരോന്നായിട്ടും കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്, അതിലൊരു ഭാവനയുണ്ട്. പൂജ്യത്തിൽ നിന്നും വലിയൊരു മൂല്യം സൃഷ്ടിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് നിങ്ങളുടെ കൈക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിലിനെ ഓർത്ത് ആദ്യം അഭിമാനം കൊള്ളണം നമ്മൾ. പലരും വിചാരിക്കാറുണ്ട് തയ്യൽ എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ മാത്രം ചെയ്യുന്ന ഒരു സാധാരണ ജോലിയാണെന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഈ ഫാഷൻ ഡിസൈനിങ് എന്ന വലിയ പേരിൽ ഇന്ന് ലോകം ആഘോഷിക്കുന്നത് ഈ തയ്യലിനെയും എംബ്രോയ്ഡറിയും തന്നെയാണ്. നിങ്ങളൊരു വസ്ത്രം തയ്ക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു തയ്യൽക്കാരനല്ല, നിങ്ങളൊരു ഡിസൈനറാണ്. ഏത് നിറം ചേരണം, ഏത് ഡിസൈൻ വരണം, എവിടെയൊക്കെ ബീഡ്സ് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾക്കാണ് അവിടെ മൂല്യമുള്ളത്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാളിലും സ്വന്തം സമയത്ത് സ്വന്തം താല്പര്യപ്രകാരം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സ്വയം തൊഴിൽ തന്നെയാണ് ഈ തയ്യൽ. യൂട്യൂബിൽ പലരും പറയും ഇന്ന് തന്നെ തയ്യൽ തുടങ്ങുക, നാളെ കോടീശ്വരനാകാമെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലും കള്ളം പറയില്ല. ഇതിൽ വെല്ലുവിളികളുണ്ട്. തുടക്കത്തിൽ അളവ് തെറ്റാം, ഡിസൈൻ ഉദ്ദേശിച്ച പോലെ ഭംഗിയാവില്ല, ഫിനിഷിങ് വരില്ല, കസ്റ്റമേഴ്സ് പരാതി പറയാം, മണിക്കൂറുകളോളം ഇരുന്ന് ബീഡ്സ് കോർക്കുമ്പോൾ കണ്ണിനും നടുവിനും വേദനയുണ്ടാകും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകത്ത് ഒരു വിജയവും എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞാൽ വിഷമിക്കരുത്. എല്ലാവരും അതാണ് ചെയ്യുന്നത്. ആരെങ്കിലും തയ്ച്ചത് ഡ്രസ്സ് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സ് മടിക്കും. പിന്നെ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അതൊരു പാഠമായിട്ട് എടുക്കണം. അതൊരു പാഠമാണ്. അടുത്ത തവണ അത് തിരുത്തുക. ശരി, ഞാൻ അടുത്ത ഡ്രസ്സിൽ ഞാനത് ശരി ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അത് വാങ്ങുക. ഈ നാട്ടിൽ ഒരുപാട് തയ്യൽക്കാരുണ്ടല്ലേ. എനിക്ക് ബിസിനസ് കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒന്നുറപ്പിച്ച് ഞാൻ പറയാം, സാധാരണ തയ്യൽക്കാരനേക്കാളും ഇന്ന് ആളുകൾ തിരയുന്നത് ഇങ്ങനെയുള്ള ബീഡ് വർക്കുകളും ആരി വർക്കുകളും ചെയ്യാൻ അറിയുന്ന ഡിസൈനർമാരെയാണ്. പലരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വിവാഹ വസ്ത്രമോ അല്ലെങ്കിൽ ഒരു പിറന്നാൾ വസ്ത്രമോ ഒക്കെ ഒരു സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാരിക്ക് അനുയോജ്യമായ എന്തെങ്കിലും ഒരു ഡിസൈൻ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്കിൽ കൃത്യമായ ഫിനിഷിങ്ങും ഫിറ്റിങ്ങും ഉണ്ടെങ്കിൽ, കസ്റ്റമറോട് നല്ല പെരുമാറ്റമാണെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ എത്ര ദൂരം നിന്നും നിങ്ങളെ തേടി വരും. ബ്രൈഡൽ ബ്ലൗസുകളൊക്കെ ഇന്ന് ആളുകൾ എത്ര പണം വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അതും പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു ചെറിയ ഫംഗ്ഷന് പോലും അവർ ബ്ലൗസിനൊക്കെ ഒരുപാട് അതിന് പണം ഒരു പ്രശ്നമല്ല അവർക്ക്. അത്രയ്ക്ക് പണം കൊടുത്ത് അവർ ആ ബ്ലൗസിന് ഡിസൈൻ ചെയ്യാൻ ആണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ ക്വാളിറ്റിയാണ് നമ്മളുടെ പരസ്യം എന്ന് പറയുന്നത്. ഈ തയ്യൽ എന്ന് പറയുന്നത് ഒരുപാട് കഠിനാധ്വാനം ആവശ്യമുള്ള ജോലി തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പലരും ഇതിലേക്ക് വരാൻ മടിക്കുന്നത്.
എന്നാൽ ആ അധ്വാനത്തിൻ്റെ ഒടുവിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ വസ്ത്രം ഇട്ട് സന്തോഷത്തോടെ നോക്കി നല്ല രസമുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് നമ്മളോട് പറയുമ്പോൾ അപ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയില്ലേ, അതിനേക്കാൾ വലുതല്ല വരാൻ പോകുന്ന ഒരു നമ്മുടെ നമ്മുടെ ഈ ഓരോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും. ആ സമയത്ത് കുറിച്ച് നമ്മൾ കറക്റ്റായ രീതിയിൽ നമ്മൾ ഈ തയ്യൽ ജോലിയെ സമീപിച്ച് കഴിയുമ്പോൾ അത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തയ്യൽ തൊഴിൽ ആരംഭത്തിൽ തുടങ്ങി അതൊരു ബിസിനസ് ഒരുപാട് വലുതാക്കാം. പഴയതുപോലെ കടയിൽ ആളുകൾ വരാൻ കാത്തിരിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്നത്തെ കാലത്ത്. സോഷ്യൽ മീഡിയയുടെ കാലമാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ ബീഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളും റീലുകളും ഒക്കെ എടുക്കുക. ഫൈനൽ ഔട്ട്പുട്ട് വൃത്തിയായി ഇസ്തിരിയിട്ട് നല്ല വെളിച്ചത്തിൽ വെച്ച് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോയോ ഒക്കെ എടുക്കുക. അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവയ്ക്കുക. വെറും ഒരു സാധാരണ ബ്ലൗസ് തയ്ക്കുന്നതിന് പകരം പുതിയ ട്രെൻഡുകളായ എന്താ പറയുക, ഒരു കസ്റ്റമൈസ്ഡ് ബ്ലൗസ്, ബ്രൈഡൽ ബ്ലൗസുകൾ അല്ലെങ്കിൽ ഫങ്ഷൻ ബ്ലൗസുകൾ, ബീഡ് വർക്ക് പാറ്റേണുകൾ, ഇതെല്ലാം യൂട്യൂബ് നോക്കി നിരന്തരം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ട്രെൻഡിൻ്റെ ഒപ്പം നമ്മൾ മാറിക്കഴിയുമ്പോഴാണ് നമ്മൾക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ നമ്മൾക്ക് വരുന്നതും അവരിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ ചാർജ് വാങ്ങാനും പറ്റുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു തയ്യലിന് 500 രൂപ കിട്ടുന്നിടത്ത് നല്ല ഒരു ബീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2000 മുതൽ 5000, 10,000 വരേക്കും നമ്മൾക്ക് ആ പണം നമുക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രൊഫഷണൽ ലുക്ക് നൽകണം. നിങ്ങളുടെ വർക്കിന് ഒരു ചെറിയ പേര് നൽകാം. വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കുമ്പോൾ വെറുതെ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പേപ്പറിലോ മടക്കി കൊടുക്കാതെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബ്രാൻഡ് പേരുള്ള ഒരു പേപ്പർ ബാഗിലോ അല്ലെങ്കിൽ അത് ഇപ്പോൾ പാക്കിംഗ് കവറുകളൊക്കെ കിട്ടും വാങ്ങാൻ. അങ്ങനെയുള്ള കവറുകൾ വാങ്ങി വെച്ച് അതിൽ നിങ്ങൾ ആ ഡ്രസ്സ് മടക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു പാക്കിംഗ് നൽകുക. വസ്ത്രം കൃത്യസമയത്ത് തയ്ച്ച് നൽകുക. അതേപോലെ കസ്റ്റമർ ഏത് കവറിലാണോ കൊണ്ടുവരുന്നത് അതേ കവർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കസ്റ്റമർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ വസ്ത്രങ്ങൾ റെഡിയാണെന്ന് മെസ്സേജ് ചെയ്യിക്കുക. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്കായിട്ട് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മനസ്സോടെ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരോട് സംസാരിച്ച് അവരത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ അത് മനസ്സ് കഷ്ടപ്പെട്ട് അത് കൊണ്ടുവന്ന് അത് മിസ്റ്റേക്കായി പോയെന്ന് വിചാരിച്ചിട്ട് അവർ കയ്യിൽ നിന്ന് അത് വാങ്ങി വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റിയിടാതെ അത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങളത് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു കസ്റ്റമറിന് തൃപ്തിയാകുന്നത്. അപ്പോഴാണ് അവർ ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവരത് വീണ്ടും നിങ്ങളെ തേടി വരുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവർ എന്താ പറയുക, ഒരു മുഷിച്ചിലില്ലാതെ അത് ക്ലിയർ ചെയ്ത് തരും എന്ന് ഉള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കണം നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആ തയ്യൽ മെഷീനും നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ കഴിവുകളും ഒരു വെറുതെയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അത് നിങ്ങളുടെ കുടുംബത്തെ വളർത്തുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു വലിയ ശക്തി തന്നെയാണ് കൂട്ടുകാരെ. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ തൊഴിൽ നിങ്ങളെ സഹായിക്കും. ആത്മവിശ്വാസത്തോടെ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. ഇന്ന് മുതൽ നമ്മൾ തയ്ക്കുന്ന ഓരോ വസ്ത്രവും നമ്മുടെ കരിയറിലെ ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കസ്റ്റമറുടെ സംതൃപ്തിയാണ് നമ്മുടെ വിജയം. നമ്മളിൽ ഓരോരുത്തരും വലിയ സംരംഭകരാകാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തയ്യൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.